അങ്ങനെയുള്ള സ്കിന്നിനെ ജസ്റ്റ് 1 പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ ദാ ഇങ്ങനെയായി മാറിയെന്ന് കാണാം. ഇതിനായിട്ട് നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ഹൈഡ്രേറ്റിംഗ് ടോണറും അതിൻ്റെ കൂടെ കുറച്ച് സമയമാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ദി ഫേമസ് ആയിട്ടുള്ള കൊറിയൻ 7 സ്കിൻ മെത്തേഡ് അറിഞ്ഞിരിക്കണം. ഈ പേരിനുള്ള വലിപ്പമുള്ളൂ, സംഭവം സിമ്പിളാണ്. ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള നോൺ ആക്റ്റീവ് ബേസ്ഡ്, അതായത് സാലിസിലിക് ആസിഡ്, നയാസിനമൈഡ് അതുപോലത്തെ ഒരു തരത്തിലുള്ള സ്കിൻ കെയർ ആക്റ്റീവ്സും ഒന്നും ഇൻക്ലൂഡഡ് ആത്ത ടോണർ എടുക്കുക. ഈ ടോണർ നിങ്ങൾ 7 ടൈംസ് നിങ്ങളുടെ സ്കിന്നിൽ ലെയർ അപ്പ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ദി ഫേമസ് 7 സ്കിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ഫ്രഷ്ലി വാഷ്ഡ് അത്യാവശ്യം ഒരു ഡാമ്പനായ സ്കിന്നിൽ വേണം ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്യാൻ. ഫസ്റ്റ് ലെയർ നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ആക്കിയതിന് ശേഷം ദെൻ ഗോ ഫോർ സെക്കൻഡ് ലെയർ. ടോണർ ലെയർ അപ്പ് ചെയ്യുമ്പോൾ ഒരു 2 minutes ഗ്യാപ്പ് വന്നിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ വന്നിട്ട് ടോണർ നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ആകത്തുള്ളൂ. അങ്ങനെ 3ാമത്തെ ലെയർ അപ്ലൈ ചെയ്തു, 4ാമത്തെ ലെയർ അപ്ലൈ ചെയ്തു, 5, 6, 7 ടടാ. ഈ ഒരു വേയിൽ ടോണർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗ്ലോയി സ്കിൻ മാത്രമല്ല കിട്ടുന്നത്, നിങ്ങളുടെ സ്കിൻ ബാരിയർ വന്നിട്ട് റിപ്പയർ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് ഹൈഡ്രേറ്റിംഗ് ആൻഡ് സൂത്തിങ്